Dear students, Namaskaram. This video is for the students of class 10th who are going to appear for the CBSE board examination in the subject Sanskrit. The code number of this question paper is 119 and the textbook is Maniga. So you know very well the question paper is divided into 4 parts: reading, writing, grammar and literature. Apadida avabodhanam, that is reading section, and Rajanatmakam karyam, writing, Anuprayukta vyakaranam, grammar, Padida avabodhanam, literature. In this video I would like to answer a model paper, and in the model paper Anuprayukta vyakaranam, the grammar part, that is most important. Children may make mistakes in that part mostly, so that part I would like to do in this video. And while answering the questions, I will also try to give you the necessary explanations. Now dear students, you can subscribe this channel for getting the other parts of this question paper, that in the next video I will be doing the reading, writing and literature part also. In this video the grammar part I am doing, and the model paper I will show you the paper Anuprayukta vyakaranam. In the Anuprayukta vyakaranam, their question is, see, in the question Anuprayukta vyakaranam, the first question is अधोलिखित वाक्येषु रेखांकित पदेषु संधिं संधि विच्छेदं वा कुरुत. केवलं प्रश्न चतुष्टयम. You can answer only 4 questions. 5 questions are there. Any 4 you can answer. केन प्रयुक्तः प्लस अयम. प्रयुक्तः प्लस अयम, that is visarga sandhi. After visarga, if the letter a comes, what will happen? Visarga will become u. And prayukta, the last letter of the word prayukta is a plus u is equal to o. So prayuktaha will become prayukto and the letter a will disappear. I hope you understood. Prayuktaha plus ayam. Prayuktaha enna padathile അവസാനത്തെ അക്ഷരം അഹ എന്നാണ്. ഈ വിസർഗം ഉ ആയിട്ട് മാറും. അപ്പോൾ ആ പ്ലസ് ഉ ഓ, പ്രയുക്തഹ എന്നത് പ്രയുക്തോ എന്നാവും, ആ എന്നത് ഡിസപ്പിയർ ആവും. അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായി? പ്രയുക്തോയം. ആ ഡിസപ്പിയേർഡ് ആയി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു അവഗ്രഹ ചിഹ്നമിടും. അവഗ്രഹം എന്നാണ് അതിന് പറയുക. ട്രാൻസ്ലേഷൻ യെസ് എന്ന ചിഹ്നം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യെസ് എന്ന് എഴുതണം. ആ എന്ന പദത്തിൻ്റെ സ്ഥാനത്ത് ഒരു അവഗ്രഹ ചിഹ്നം വരും. അപ്പോൾ പ്രയുക്തഹ പ്ലസ് അയം പ്രയുക്തോയം. ദ റൂൾ ഹിയർ ഈസ്, ആഫ്റ്റർ വിസർഗ ഇഫ് ആ കംസ്, പ്രയുക്തഹ വിൽ ബിക്കം പ്രയുക്തോ ആൻഡ് ദ ലെറ്റർ ആ വിൽ ഡിസപ്പിയർ. പ്രയുക്തഹ പ്ലസ് അയം പ്രയുക്തോയം. നെക്സ്റ്റ് വൺ നെയ്തത്. നെയ്തത് എന്നത് നാ പ്ലസ് ഏതതാണ്. നാ പ്ലസ് ഏതത് നെയ്തത്, അത് വൃദ്ധിസന്ധിയാണ്. അതായത് ന എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ആ എന്നാണ്. ന പ്ലസ് ആ ന. ന പ്ലസ് ഏത് ആ പ്ലസ് എ ഈസ് ഈക്വൽ ടു ഐ, ദാറ്റ് ഈസ് വൃദ്ധിസന്ധി. ആ പ്ലസ് എ ഐ. അപ്പോൾ ന പ്ലസ് ഏതത് നൈതത്. അടുത്തത് കശ്ചിതാണ്. അതും വിസർഗസന്ധിയാണ്. കശ്ചിത് കഹ പ്ലസ് ചിത് എന്നാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? വിസർഗത്തിന് ശേഷം ഛ ഓർ ഛ ഓർ ഷ, ഛ ഛ ഷ വിസർഗത്തിന് ശേഷം വന്നാൽ വിസർഗം ഷ് ആയിട്ട് മാറും. വിസർഗത്തിൻ്റെ സ്ഥാനത്ത് ഷ് എന്ന അക്ഷരം വരും. അതാണ് കഹ പ്ലസ് ചിത് കശ്ചിത്. ആൻസർ കഹ പ്ലസ് ചിത്. അടുത്തത് പാപിനാം ച. പാപിനാം ച, ആൻസർ പാപിനാം പ്ലസ് ച. പാപിനാം എന്നതിൽ മ എന്നത് അനുനാസികമാണ്. മ എന്നത് അനുനാസികമാണ്.
അതായത് പവർഗത്തിൻ്റെ അനുനാസികം. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം 5 വർഗമുണ്ട്. ഈ 5 വർഗത്തിലെ 5ാമത്തെ അക്ഷരമാണ് അനുനാസികം. അപ്പോൾ പാപിനാമ് എന്നതിലെ മ എന്നത് അനുനാസികമാണ്. അതിനുശേഷം ച എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത്. പാപിനാം പ്ലസ് ച. ച എന്ന അക്ഷരം വരുമ്പോൾ ച എന്നത് ചവർഗമാണ്, പ എന്നത് പവർഗമാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ആ മ എന്ന അനുനാസികം പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ച എന്ന ചവർഗത്തിലെ അനുനാസികം വരും. എല്ലാ വർഗത്തിലും അനുനാസികമുണ്ട്. 5ാമത്തെ അക്ഷരം അനുനാസികമാണ്. അപ്പോൾ ച എന്ന വർഗത്തിലെ ചവർഗത്തിലെ അനുനാസികം ഞ ആണ്. അപ്പോൾ മ എന്നത് പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഞ വരും. അതാണ് പാപിനാം ജ. അടുത്തത് സംസ്കൃത പ്ലസ് ഛാത്രാഹ. സംസ്കൃത പ്ലസ് ഛാത്രാഹ, അവിടെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഹ്രസ്വസ്വരം. സംസ്കൃത എന്ന വാക്കിൻ്റെ അവസാനം അ എന്നാണ്. സംസ്കൃത ആ എന്നത് ഹ്രസ്വസ്വരമാണ്. ഹ്രസ്വസ്വരത്തിന് ശേഷം ഛ എന്ന അക്ഷരം വന്നാൽ ആദ്യത്തെ പദത്തിനും 2ാമത്തെ പദത്തിനും യാതൊരു മാറ്റവുമില്ല. 2 പദത്തിനും ഇടയ്ക്ക് ച് എന്ന അക്ഷരം, ച അല്ലേ, ച എന്നതിൽ ച് എന്ന അക്ഷരം കയറിയിരിക്കും 2നും ഇടയ്ക്ക്. എങ്ങനെ വന്നാലാണ്? ഹ്രസ്വസ്വരത്തിന് ശേഷം ഛ എന്ന അക്ഷരം വന്നാൽ. സംസ്കൃത പ്ലസ് ഛാത്രാഹ, സംസ്കൃത ഛാത്രാഹ. സംസ്കൃത എന്ന വാക്കിന് ഒരു വ്യത്യാസമില്ല, ഛാത്രാഹ എന്ന വാക്കിനും അതുപോലെ ഇരിക്കും. 2നും ഇടയ്ക്ക് ച് എന്നൊരക്ഷരം കയറിയിരിക്കും. ച് എന്നത് ആഗമം, തുക്കാഗമം എന്നാണ് ഇത് സംസ്കൃത വ്യാകരണ പ്രകാരം പറയുന്നത്. തുക്കാഗമം, അതായത് ച് എന്ന അക്ഷരം ആഗമമായിട്ട് വരും, ആഗമമായിട്ട് പുറത്തുനിന്ന് വരികയാണ്. സംസ്കൃത എന്ന വാക്കിന് യാതൊരു മാറ്റമില്ല, ഛാത്രാഹ എന്ന പദത്തിനും മാറ്റമില്ല. സംസ്കൃത ഛാത്ര, ച് എന്ന അക്ഷരം വരുന്നു. സംസ്കൃത ഛാത്രാഹ. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അധോ ലിഖിതേഷു വാക്യേഷു രേഖാങ്കിത പദാനാം സമസ്തപദം വിഗ്രഹം വ പ്രദത്ത വികൽപ്പേഭ്യഃ ചിത്വാ ലിഖത എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, എന്താണ്? സർവദാ ശാരദ അസ്മാകം വദനാംബുജേ സന്നിധിം കുര്യാത് എന്നാണ്. സർവദാ ശാരദ അസ്മാകം വദനാംബുജേ സന്നിധിം കുര്യാത് അല്ലേ. ഇതിൽ സർവദാ എന്നത് അതിൻ്റെ വിഗ്രഹമാണ് പറയേണ്ടത്. സർവദാ എന്നത് എന്താണ്? ഉപപദ തൽപുരുഷനാണ്. സർവദാ എന്നത് ഒരു ഉപപദ തൽപുരുഷനാണ്. അവിടെ സർവം ദദാതി ഇതി എന്നാണ്. സർവദാ, സർവം ദദാതി ഇതി സർവദാ. സർവദാ എന്നതിൽ 2 പദമുണ്ട്. സർവ എന്നൊരു പദമുണ്ട്, ദ എന്ന പദമുണ്ട്. അതിൽ ദ എന്നത് ഉപപദമാണ്, സബ് വേർഡാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് ഉപപദ തൽപുരുഷൻ എന്ന് പറയുന്നത്. സർവം ദദാതി ഇതി സർവദ, വൺ ഹു ഗീവ്സ് എവരിതിങ് എന്നാണ് ആൻസർ, അതിൻ്റെ മീനിങ്. അടുത്തത് യുധിഷ്ഠിരാർജുനവും. യുധിഷ്ഠിരാർജുനവും അത് ദ്വന്ദ്വസമാസമാണ്. ദ്വന്ദ്വസമാസം എന്ന് പറഞ്ഞാൽ ബോത്ത് വേർഡ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. യുധിഷ്ഠിരഹ ച അർജുനഹ ച എന്നാണ് ആൻസർ. യുധിഷ്ഠിരനും അർജുനനും. യുധിഷ്ഠിരഹ ച അർജുനഹ ച. അടുത്തത് അരുണാചലെ അനേകാനി പര്യടനായ സ്ഥലാനി. പര്യടനായ സ്ഥലാനി തൽപുരുഷ സമാസമാണ്. പര്യടന സ്ഥലാനി എന്ന ആൻസർ. പര്യടനായ സ്ഥലാനി, പര്യടന സ്ഥലാനി. സെക്കൻഡ് വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇൻ എ കോമ്പൗണ്ട് ഓഫ് 2 വേർഡ്സ് ഇഫ് ദ സെക്കൻഡ് വേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദെൻ ദാറ്റ് കോമ്പൗണ്ട് ഈസ് കോൾഡ് തൽപുരുഷ കോമ്പൗണ്ട്, തൽപുരുഷ സമാസഃ. പര്യടനായ സ്ഥലാനി, പര്യടന സ്ഥലാനി. അടുത്തത് സ്ഥാനം അനതിക്രമ്യ. സ്ഥാനം അനതിക്രമ്യ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സ്ഥാനം അനതിക്രമ്യ യഥാസ്ഥാനം. യഥ എന്നത് അവ്യയമാണ്. ഈ യഥാസ്ഥാനം എന്നത് അവ്യയീഭാവ സമാസമാണ്. യഥ എന്ന വാക്കിന് അനതിക്രമ്യ എന്നാണ് അർത്ഥം. അപ്പോൾ വെനെവർ യു സീ ദ വേർഡ് അനതിക്രമ്യ ദെൻ യഥ വിൽ കം. ഓക്കെ, യഥാസ്ഥാനം, സ്ഥാനം അനതിക്രമ്യ, വിത്തൗട്ട് ഓവർടേക്കിംഗ് ദ പൊസിഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. സ്ഥാനം അനതിക്രമ്യ യഥാസ്ഥാനം. അതുപോലെ തന്നെ യഥാക്രമം, യഥാസമയം, സമയം അനതിക്രമ്യ യഥാസമയം. യഥാക്രമം, ക്രമം അനതിക്രമ്യ യഥാക്രമം. ശക്തി അനതിക്രമ്യ യഥാശക്തി. ലൈക്ക് ദാറ്റ് wherever yatha comes anadikramya will come. Okay, yes. Now next question is, yes, next question. Pikah ko bedah pikasya cha kagasya cha.
പിഗസ്യ ച കാകസ്യ ച. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിഗസ്യ ച കാകസ്യ ച പിക കാകയോഹോ. പിഗസ്യ ഷഷ്ടി വിഭക്തിയാണ്. പിഗസ്യ ച കാകസ്യ കുയിലിൻ്റെയും കാക്കയുടെയും എന്നാണ് മീനിങ്. അതുകൊണ്ട് ആൻസർ പിക കാകയോഹോ എന്നാണ്. അതേസമയം പിഗഹ ച കാകഹ ച എന്നായിരുന്നു ക്വസ്റ്റ്യനെങ്കിൽ ആൻസർ പിക കാകൗ എന്നാവും. പിഗഹ ച കാകഹ ച പിക കാകൗ. പിഗസ്യ ച കാകസ്യ ച എന്ന ഷഷ്ടി വിഭക്തി ആയതുകൊണ്ടാണ് പിക കാകയോഹോ എന്ന ഷഷ്ടി വിഭക്തി ദ്വിവചനം വന്നിരിക്കുന്നത്. ഇതും ദ്വന്ദ്വസമാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രകൃതി പ്രത്യയവും സംയോജ്യ വിഭജ്യവ ഉചിതമുത്തരം വികൽപേഭ്യഃ ചിത്വ ലിഖത. യെസ്. ദേഹള്യാം അനേകാനി ഐതിഹാസികാനി സ്ഥലാനി സന്തി. ദേഹള്യാം അനേകാനി ഐതിഹാസികാനി സ്ഥലാനി സന്തി. ഐതിഹാസികാനി, ഇതിഹാസ പ്ലസ് ടക്ക് എന്നാണ് ആൻസർ. ഈ ടക്ക് പ്രത്യയം വരുമ്പോൾ ഇക് എന്ന ഒരു പദം വരും. ഇക് എന്നൊരു പദം വരും. ഇതിഹാസ എന്നതിലെ ആദ്യത്തെ ഇ എന്നത് ഐ ആയിട്ട് മാറും. അങ്ങനെ രണ്ട് ചേഞ്ചസ് വരും ഇവിടെ ടക്ക് പ്രത്യയം വരുമ്പോൾ. അവസാനം ഒരു ഇക്ക് വരും, പിന്നെ ആദ്യത്തെ അക്ഷരം ഇ എന്നത് ഐ ആയിട്ട് മാറും. ഇതിഹാസ പ്ലസ് ടക്ക് ഐതിഹാസിക എന്നാണ് ആൻസർ. ഓക്കെ, ഇതിഹാസ പ്ലസ് ടക്ക്. അടുത്തത് രമണീയ പ്ലസ് ടാപ്പാണ്. രമണീയ പ്ലസ് ടാപ്പ്, അത് രമണീയ എന്നാണ് ആൻസർ. ടാപ്പ് പ്രത്യയം വി ആർ യൂസിങ് ടു ചേഞ്ച് എ പുല്ലിംഗ് ശബ്ദം ഇൻറ്റു സ്ത്രീലിംഗ് ശബ്ദം. പുല്ലിംഗത്തെ സ്ത്രീലിംഗമാക്കാൻ രണ്ട് പ്രത്യയങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ടാപ്പ്, മറ്റത് ngീപ്പ്. അപ്പോൾ ടാപ്പ് പറയുമ്പോൾ രമണീയ പ്ലസ് ടാപ്പ് രമണീയ, ബാലക പ്ലസ് ടാപ്പ് ബാലിക അല്ലേ. അതേസമയം ഈ ngീപ്പുണ്ട്, ദേവ പ്ലസ് ngീപ്പ് ദേവി. ഓക്കെ, അങ്ങനെ ടാപ്പ് ngീപ്പ് ഈ രണ്ട് പ്രത്യയങ്ങളാണ് പുല്ലിംഗ ശബ്ദത്തെ സ്ത്രീലിംഗ ശബ്ദമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രമണീയ പ്ലസ് ടാപ്പ് രമണീയ. ടാപ്പ് എന്നാണ് പ്രത്യയത്തിൻ്റെ പേര്, പക്ഷെ നമുക്ക് ആ എന്നൊരു ദീർഘമാണ് ആൻസറിൽ വരുന്നത്. രമണീയ പ്ലസ് ടാപ്പ് രമണീയ. പഞ്ചത്വം, കേചന പഞ്ചത്വം ഗതാഹ. ഈ പഞ്ചത്വം എന്നത് പഞ്ച പ്ലസ് ത്വ, പ്രത്യയത്തിൻ്റെ പേര് ത്വ എന്നാണ്. പ്രത്യയത്തിൻ്റെ പേര് ത്വ എന്നാണ്. പഞ്ച പ്ലസ് ത്വ പഞ്ചത്വം. ഓക്കെ, പ്രത്യയത്തിൻ്റെ പേര് ശ്രദ്ധിക്കണം. പ്രത്യയത്തിൻ്റെ പേര് ത്വ എന്നാണ്. ആൻസറിൽ ത്വം വരും. മനസ്സിലായോ? പഞ്ച പ്ലസ് ത്വ പഞ്ചത്വം. അടുത്തത് ചക്ഷുസ് പ്ലസ് മതുപ്പാണ്. ചക്ഷുസ് പ്ലസ് മതുപ്പ്. ചക്ഷുസ് പ്ലസ് ചക്ഷുസ് എന്നാണ് അതിൻ്റെ ബേസിക് വേർഡ്. ചക്ഷുസ് എന്നാണ്. അതിനോടൊരു മതുപ്പ് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചക്ഷുഷ്മാൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ആൻസർ ചക്ഷുഷ്മാൻ അല്ല. കാരണം ഈ മതുപ്പ് പ്രത്യയം ആൾവേസ് നമ്മൾ മതുപ്പ് പ്രത്യയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മതുപ്പ് പ്രത്യയം വരുമ്പോൾ അത് വിശേഷണമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷ്യ പദത്തിൻ്റെ ലിംഗ വിഭക്തി നോക്കണം അല്ലേ. ഇവിടെ വിശേഷം വിദ്വാംസഹ എന്നാണ്. വിദ്വാംസഹ എന്ന ബഹുവചനാണ്. അപ്പോൾ വിദ്വാംസഹ പുല്ലിംഗം ബഹുവചനാണ്. അപ്പോൾ അതുകൊണ്ട് ചക്ഷുഷ്മാൻ എന്നതിൻ്റെ ബഹുവചൻ വേണം. ചക്ഷുഷ്മാൻ എന്നതിൻ്റെ ബഹുവചനം ചക്ഷുഷ്മന്തഹ എന്നാണ്. അതാണ് ആൻസർ. ചക്ഷുഷ്മാൻ ചക്ഷുഷ്മന്തഹ. ഓക്കെ, ഈ മതുപ്പ് പ്രത്യയത്തിന് പുല്ലിംഗമുണ്ട്, സ്ത്രീലിംഗമുണ്ട്, നപുംസലിംഗമുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്ന് പുല്ലിംഗമാണ്. അതിൻ്റെ സ്ത്രീലിംഗം ബുദ്ധിമതി, അതിൻ്റെ നപുംസലിംഗം ബുദ്ധിമത് എന്നാണ്. പിന്നെ അതിൻ്റെ തന്നെ ഏകവചൻ ദ്വിവചൻ ബഹുവചൻ. ബുദ്ധിമാൻ ബുദ്ധിമന്തൗ ബുദ്ധിമന്തഹ അങ്ങനെയാണ് വരിക. ബുദ്ധിമാൻ ബുദ്ധിമന്തൗ ബുദ്ധിമന്തഹ. സ്ത്രീലിംഗമാണെങ്കിലോ ബുദ്ധിമതി ബുദ്ധിമത്യൗ ബുദ്ധിമത്യഹ. നപുംസലിംഗമാണെങ്കിൽ ബുദ്ധിമത് ബുദ്ധിമതി ബുദ്ധിമന്തി അങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ അത് നോക്കണം. ലിംഗ വിഭക്തി നോക്കണം. നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ലിംഗം വചനം വിഭക്തി വചനം നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചക്ഷുസ് പ്ലസ് മതുപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മതുപ്പ് പ്രത്യേകം പഠിച്ച കുട്ടികൾ പെട്ടെന്ന് ചക്ഷുസ് പ്ലസ് മതുപ്പ് ചക്ഷുഷ്മാൻ, ഓപ്ഷനിൽ ചക്ഷുഷ്മാൻ എന്നുണ്ട്. പെട്ടെന്ന് കുട്ടികൾ ചക്ഷുഷ്മാൻ എന്ന് എഴുതും. പക്ഷേ ശ്രദ്ധിക്കണം, സെൻറ്റൻസ് മുഴുവൻ വായിച്ചു നോക്കണം. വിദ്വാൻ എന്നായിരുന്നെങ്കിൽ ചക്ഷുഷ്മാൻ ശരിയാണ്. പക്ഷെ വിദ്വാംസഹ എന്നത് സ്കോളേഴ്സ് എന്നാണ്, ബഹുവചനമാണ്. അതുകൊണ്ട് ചക്ഷുഷ്മന്തഹ ഈസ് ദ റൈറ്റ് ആൻസർ.
അടുത്തത് സരള പ്ലസ് തൽ, സരളത. സരള പ്ലസ് തല്ല്, സരളത. തൽ പ്രത്യയം. തൽ പ്രത്യയം, തൽ എന്നാണ് പ്രത്യയത്തിൻ്റെ പേര്. പക്ഷെ ആൻസറിൽ നമുക്ക് താ എന്ന് വരും. സരള പ്ലസ് തൽ, സരളത. സരളത, ക്രൂരത. ഓക്കെ. ദക്ഷത, ഗുരുത, ലഘുത എന്നൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതൊക്കെ വരുന്നത് എന്താണ്? ലഘു പ്ലസ് തൽ ലഘുത, ഗുരു പ്ലസ് തൽ ഗുരുത, ദെൻ സരള പ്ലസ് തൽ സരളത. അടുത്തത് വാച്യാനുസാരം ഉചിത പദൈഹി റിക്തസ്ഥാനാനി പൂരയിത്വ അധോലിഖിതം സംവാദം പുനഃ ലിഖിത. വാച്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ, വാച്യമാണ്. ഓക്കെ. ഈ വാച്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സോ ഹൗ വാച്യം ഈസ് കമ്മിങ്, ഐ വിൽ ടെൽ യു വൺ എക്സാമ്പിൾ. ഫസ്റ്റ് ലെറ്റ് us see one example. അശോകഃ ലേഖം ലിഖതി. വൺ എക്സാമ്പിൾ. സി, അശോകഃ ലേഖം ലിഖതി. അത് കർത്തൃവാച്യമാണ്. അശോകഃ ലേഖം ലിഖതി കർത്തൃവാച്യം. അശോകേന ലേഖഃ ലിഖ്യതേ എന്നത് കർമ്മവാച്യം. അവിടെ അപ്പോൾ കർത്തൃവാച്യം അശോകഃ ലേഖം ലിഖതി. അപ്പോൾ കർത്തൃവാച്യത്തിൽ അശോകഃ എന്ന പദം പ്രഥമ വിഭക്തിയാണ്, ലേഖം എന്നത് ദ്വിതീയ വിഭക്തിയാണ്, ലിഖതി എന്നതിന് പരസ്മൈപതി എന്ന് പറയും. അതായത് ലിഖതി ഈ എന്നതിൽ അവസാനിക്കുന്നത് പരസ്മൈപതി എന്നാണ് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ലിഖതി എന്നത് പരസ്മൈപതി ധാതുവാണ്. അശോകഃ പ്രഥമ, ലേഖഃ ദ്വിതീയ. അശോകഃ പ്രഥമ, ലേഖം ദ്വിതീയ, ലിഖതി പരസ്മൈപതി. അശോകഃ ലേഖം ലിഖതി. ഇതിനെ നമ്മൾ കർമ്മവാച്യമാക്കുമ്പോൾ when we change this into passive voice, അശോകഃ will become അശോകേന തൃതീയ. അശോകഃ will become അശോകേന and ലേഖം will become ലേഖഃ പ്രഥമ. ലേഖം എന്ന ദ്വിതീയ, ലേഖഃ പ്രഥമയായി. ദെൻ ലിഖതി വിൽ ബിക്കം ലിഖ്യതേ. ലിഖ്യതേ എന്ന് പറഞ്ഞാൽ എഴുതപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ അശോകഃ ലേഖം ലിഖതി, അശോകേന ലേഖഃ ലിഖ്യതേ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ കർത്തൃപദം, കർമ്മപദം, ക്രിയാപദം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് കർത്തൃവാച്യമാണോ കർമ്മവാച്യമാണോ. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ, വാച്യം ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താണ് അറിയേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം കർത്തൃവാച്യമാണോ കർമ്മവാച്യമാണോ എന്ന് തിരിച്ചറിയുക. അത് കഴിഞ്ഞ് അതിൽ ഏത് വേർഡാണ് മിസ്സിങ്, കർത്തൃപദമാണോ കർമ്മപദമാണോ ക്രിയാപദമാണോ, ഏതാണ് മിസ്സിങ് എന്ന് കണ്ടുപിടിക്കുക. ആ മിസ്സിങ് വേർഡിൻ്റെ വിഭക്തി അറിയണം. അത് അറിയാൻ പറ്റും. ഇപ്പോൾ അശോകഃ ലേഖം ലിഖതി, അശോകഃ എന്ന വേർഡാണ് മിസ്സിങ് എങ്കിൽ എന്തായിരിക്കണം? പ്രഥമ വിഭക്തി ആയിരിക്കും. ലേഖം എന്ന കർമ്മപദമാണ് മിസ്സിങ് എങ്കിൽ ലേഖം ദ്വിതീയ ആയിരിക്കും. ലിഖതി എന്ന വെർബാണ് മിസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് പരസ്മൈപതി വെർബാണ് അവിടെ വരുന്നത്. അതുപോലെ അശോകേന ലേഖഃ ലിഖ്യത എന്ന വേർഡ് എന്ന സെൻറ്റൻസാണ് തരുന്നതെന്ന് വിചാരിക്കുക. അതിൽ അശോകേന എന്ന പദം മിസ്സിംഗ് ആണെങ്കിൽ അത് തൃതീയ ആയിരിക്കണം. ലേഖഃ എന്ന പദമാണ് മിസ്സിംഗ് എങ്കിൽ അത് പ്രഥമയായിരിക്കണം. ലിഖ്യത എന്ന പദമാണ് മിസ്സിംഗ് എങ്കിൽ അത് ആത്മനേപതി ആയിരിക്കണം. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അശോകഃ ലേഖം ലിഖതി, അശോകേന ലേഖഃ ലിഖ്യതേ. ഇത് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ. ഇനി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നോക്കാം. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻസ്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? കപില, വേദാംശി എന്ന കുട്ടി പറയാണ്, വേദാംശി കപില ഡാഷ് കസ്യാം കഷായം പഠ്യതേ. കണ്ടോ? കസ്യാം കഷായം പഠ്യതേ. അവിടെ പഠ്യതേ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. പഠ്യതേ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പഠ്യതേ എന്ന വാക്ക് വന്നാൽ അത് കർമ്മവാച്യമാണ്. കാരണം ലിഖ്യതേ, അശോകേന ലേഖഃ ലിഖ്യതേ എന്നതിൽ ലിഖ്യതേ എന്നതുപോലെയാണ് ഇവിടെ പഠ്യതേ വന്നിരിക്കുന്നത്. അപ്പോൾ പഠ്യത എന്ന് പറഞ്ഞാൽ അത് കർമ്മവാച്യമാണ്. അവിടെ മിസ്സിങ് എന്താണ്? കർത്തൃപദമാണ് മിസ്സിങ്, കർത്തൃപദം. അപ്പോൾ കർമ്മവാച്യത്തിൽ കർത്തൃപദം തൃതീയ ആയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? പ്രാർത്ഥന, ത്വയാ, അഹം, ക്രിയതേ. അതിൽ ഒരേ ഒരു തൃതീയ മാത്രമേ തന്നിട്ടുള്ളൂ, ത്വയാ എന്നാണ് തൃതീയ. അപ്പോൾ അവിടെ തൃതീയാണ് വരിക, ത്വയാ എന്നാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അഹം അഷ്ടമി കഷായം പഠാമി, തവ വിദ്യാലയെ ഛാത്രൈഹി സർവപ്രഥമം കിം. കണ്ടോ? ഛാത്രൈഹി സർവപ്രഥമം കിം ഡാഷ്.
അവിടെ ഛാത്രൈഹി എന്നതാണ് കർത്തൃപദം. ഈ ഛാത്രൈഹി എന്നത് തൃതീയാണ്, തൃതീയ ബഹുവചൻ. ഛാത്രഃ ഛാത്രോ ഛാത്രാഃ, ഛാത്രം ഛാത്രോ ഛാത്രാൻ, ഛാത്രേണ ഛാത്രാഭ്യാം ഛാത്രൈഹി. തൃതീയ ബഹുവചനാണ് ഈ ഛാത്രൈഹി എന്നത്. അപ്പോൾ ഛാത്രൈഹി തൃതീയ എന്ന് മനസ്സിലായി. അപ്പോൾ അതെന്തായി? അത് കർമ്മവാച്യമാണ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അവിടെ എന്താണ് മിസ്സിങ്? വെർബാണ് മിസ്സിങ്. അപ്പോൾ വെർബ് ഏതായിരിക്കണം? ആത്മനേപതി ആയിരിക്കണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ ഒരേ ഒരു വെർബാണ് തന്നിരിക്കുന്നത്, ക്രിയതേ, ലിഖ്യതേ. അശോകേന ലേഖഃ ലിഖ്യതേ, അലിഖ്യതേ എന്നതുപോലെ ക്രിയതേ, ക്രിയതേ എന്നാണ് അവിടെ ആൻസർ. സർവപ്രഥമം ഛാത്രാഃ ഡാഷ് കുർവന്തി. സർവപ്രഥമം ഛാത്രാഃ ഡാഷ് കുർവന്തി. കണ്ടോ, ഛാത്രാഃ ഡാഷ് കുർവന്തി. അവിടെ ഛാത്രാഃ എന്നത് പ്രഥമ ബഹുവചനാണ്. അതുപോലെ കുർവന്തി എന്നത് പരസ്മേപതിയാണ്, വെർബ് അല്ലേ. ഛാത്രാഃ എന്നത് പ്രഥമ ബഹുവചനാണ്. അപ്പോൾ ഏതായി? അത് ഏത് വാച്യമാണ്? കർത്തൃവാച്യം. അപ്പോൾ കർത്തൃവാച്യത്തിൽ ഏതാണ് മിസ്സിങ്? കർത്തൃവാച്യത്തിൽ മിസ്സിങ് ഏതാണ്? കർമ്മപദമാണ് മിസ്സിങ്. അപ്പോൾ കർത്തൃവാച്യത്തിൽ കർമ്മപദം ഏത് വിഭക്തിയായിരിക്കണം? അശോകഃ ലേഖം ലിഖതി. ലേഖം എന്നത് ദ്വിതീയ വിഭക്തിയാണ്. അപ്പോൾ നമുക്ക് ദ്വിതീയ വിഭക്തിയാണ് അവിടെ മിസ്സിങ്. അപ്പോൾ ദ്വിതീയ വിഭക്തി ആൻസറിൽ ഏതാണുള്ളത്? പ്രാർത്ഥനാം. ഓക്കെ, അപ്പോൾ പ്രാർത്ഥനാം. സർവപ്രഥമം ഛാത്രാഃ പ്രാർത്ഥനാം കുർവന്തി എന്നാണ് ആൻസർ. അധുനാ ത്വയാ കിം ക്രിയതേ? അധുനാ ഡാഷ് വീഡിയോ ക്രീഡാം ക്രീഡാമി. വീഡിയോ ക്രീഡാം ക്രീഡാമി എന്നാണ് വേർഡ്. ക്രിയാപദം ക്രീഡാമി. ക്രീഡാമി എന്നത് പരസ്മേപതിയാണ്. ക്രീഡതി ക്രീഡതഃ ക്രീഡന്തി, ക്രീഡസി ക്രീഡതഃ ക്രീഡഥ, ക്രീഡാമി ക്രീഡാവഹ ക്രീഡാമഹ. അതെന്താണ്? പരസ്മേപതിയാണ്. അപ്പോൾ ക്രീഡാമി എന്ന വേർഡ് വരുമ്പോൾ സബ്ജക്റ്റ് അഹമായിരിക്കും അല്ലേ. ക്രീഡാമി എന്ന് വരുമ്പോൾ സബ്ജക്റ്റ് അഹം വരാൻ പാടൂ, വേറൊന്നും വരില്ല. അഹം ക്രീഡാമി അല്ലേ. അപ്പോൾ അത് അശോകഃ ലേഖം ലിഖതി എന്നതുപോലെ അഹം എന്നത് പ്രഥമയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ടൈമാണ്. യെസ്, ഇതിലെന്താണ്? കാലബോധക ശബ്ദൈഹി അധോലിഖിത ദിനചര്യാം പൂരയത എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? കൃഷകഃ ജഗദീശഃ പ്രാതഃ ഡാഷ് വാദനെ ക്ഷേത്രം ഗച്ഛതി. 7:30. ഈ ടൈമിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 മുതൽ 12 വരെ സംസ്കൃതത്തിൽ എന്ത് പറയും എന്ന് നിങ്ങൾക്കറിയണം. ഏകവാദനം, ദ്വിവാദനം, ത്രിവാദനം, ചതുർവാദനം, പഞ്ചവാദനം, ഷഡ്വാദനം, സപ്തവാദനം, അഷ്ടവാദനം, നവവാദനം, ദശവാദനം, ഏകാദശവാദനം, ദ്വാദശവാദനം, 1 to 12. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് 15, 30, 45. 15 എന്ന് പറയുന്നത് സപാദ എന്ന് പറയും. ഈ പാദം എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൻ്റെ 1/4 ആണ്. അതുകൊണ്ടാണ് സപാദ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1:15 ആണെങ്കിൽ സപാദ ഏകവാദനം എന്ന് പറയും. സപാദ ഏകവാദനം. സപാദം എന്ന് പറഞ്ഞാൽ വിത്ത് 15 എന്ന അർത്ഥം. സ എന്നുള്ള വാക്കിന് സഹ എന്നാണ് അർത്ഥം. സ എന്ന വാക്കിന് സഹ എന്നാണ് അർത്ഥം. സഹ എന്ന് പറഞ്ഞാൽ വിത്താണ്. അപ്പോൾ സപാദ ഏകവാദനം എന്ന് വെച്ചാൽ ഏകവാദനവും പിന്നെ വിത്ത് 15 ഒരു 15 മിനിറ്റും കൂടെ, അതാണ് 1:15. പിന്നെ 1:30 സാർദ്ധ ഏകവാദനം എന്ന് പറയും. 1:30 ആണെങ്കിൽ എന്താ? സാർദ്ധ എന്ന് പറഞ്ഞാൽ അർദ്ധം, ഹാഫ്, 1 മണിക്കൂറിൻ്റെ ഹാഫ്, 30 മിനിറ്റ്സ്. സാർദ്ധ എന്ന് പറഞ്ഞാൽ സഹ അർദ്ധ എന്നുള്ള അർത്ഥമാണ്. സഹ അർദ്ധ, അർദ്ധം, ഹാഫ്, 30. ദെൻ 1:30ക്ക് സാർദ്ധ ഏകവാദനം. പിന്നെ 1:45 നമ്മൾ പറയുന്നത് പാദോന എന്ന് പറയും. പാദം എന്ന് പറഞ്ഞാൽ 1/4, ഊനം മൈനസ്, പാദ ഊന, 15 മിനിറ്റ് മൈനസ്. ഏതിൽ നിന്ന്? അടുത്ത നമ്പർ പറയണം, ദ്വിവാദനം അല്ലേ. അപ്പോൾ പാദോന ദ്വിവാദനം എന്ന് പറയും. പാദോന ദ്വിവാദനം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സ് മൈനസ് ഫ്രം 2, 1:45. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോക്കാം. 7:30.
7:30 സാർദ്ധ സപ്തവാദനം, 12:15 സപാദ ദ്വാദശവാദനം, 1 o'clock ഏകവാദനം, 2:45 പാദോന ത്രിവാദനം. ഓക്കെ, അതാണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ. ഉചിതൈ അവ്യപദൈ അധോലിഖിതവാക്യേഷു റിക്തസ്ഥാനാനി പൂരയത. അതാണ് ഉചിതൈ അവ്യയപദൈ റിക്തസ്ഥാനാനി പൂരയത. അതാണ് വേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കഥാപി ഡാഷ് കാര്യം ന കരണീയം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ലെറ്റ് us see the വേർഡ്സ്. ഏതാണ്? തു, നൂനം, തഥാ, സഹസ, ഇദാനി. ഇത്രയും വേർഡ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ യു ഷുഡ് നോ ദ മീനിങ് ഓഫ് ഓൾ ദീസ് അവ്യയാസ്. ദെൻ ഓൺലി യു ക്യാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് പ്രോപ്പർ സൂട്ടബിൾ വേർഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തു എന്ന വാക്കിൻ്റെ അർത്ഥം ആകട്ടെ എന്നാണ്. ലെറ്റ് ഇറ്റ് ബി, തു. നൂനം എന്ന വാക്കിന് ഷുവർലി, തഥാ ഇൻ ദാറ്റ് വേ അപ്രകാരം, സഹസ സഡൻലി, ഇദാനി നൗ. ഇത്രയും വേർഡ്സാണ് വന്നിരിക്കുന്നത്. ആദ്യത്തത് എന്താണ്? കഥാപി ഡാഷ് കാര്യം ന കരണീയം. കഥാപി നെവർ, ഒരിക്കലും പ്രവൃത്തി ഡാഷ് ന കരണീയം, സഹസ ന കരണീയം, പെട്ടെന്ന് ഒരു പ്രവൃത്തിയും ചെയ്യരുത്. അവിടെ സഹസ എന്ന വാക്കാണ് വരുന്നത്. ഡാഷ് വിഷാദം തെക്വ ഉദ്യമഃ ക്രിയതാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത സെൻറ്റൻസ് ആണ്. പ്രച്ഛന്നഭാഗ്യൻ എന്ന ലെസണിൽ വരുന്നതാണ്. ഇദാനീം വിഷാദം തെക്വ ഉദ്യമഃ ക്രിയതാം. ഇദാനീം എന്നാണ് അവിടെ ആൻസർ. ഇദാനീം മീൻസ് നൗ. യേഷഃ കലഹഃ നൂനം, അവിടെ നൂനം എന്ന് വരും. യേഷഃ കലഹഃ നൂനം ഭവതാം വിനാശകാരണം ഭവിഷ്യതി. ഗുരുണാം ആത്മാഹ്യ വിചാരണീയ എന്ന ലെസണിലുള്ള സെൻറ്റൻസ് ആണ്. ഇവരുടെ കലഹം ഷുവർലി ഇറ്റ് വിൽ ബിക്കം എ റീസൺ ഫോർ യുവർ ഡിസ്ട്രക്ഷൻ. നിങ്ങളുടെ നാശത്തിന് കാരണമായി തീരും എന്നാണ് അതിൻ്റെ അർത്ഥം. അവക്രത യഥാചിത്തെ ഡാഷ് വാജിബവേത്. അവക്രത യഥ എന്ന സെൻറ്റൻസിൽ വന്നാൽ തഥ ഫോളോ ചെയ്യും. യഥാ തഥ, യഥാ കർമ്മ തഥാ ഫലം, യഥാ രാജ്യ തഥാ പ്രജ. യഥാ തഥ ഒരുമിച്ച് വരുന്നതാണ്. അവിടെ യഥ ഉണ്ട്, അപ്പോൾ ഒന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് തഥ എഴുതാം. ഓക്കെ, യെസ്. അടുത്തത് അർത്തിനഹ ഡാഷ്. അർത്തിനഹ തു ധനലാഭമാത്രേണ സന്തോഷം ഭജന്തേ. അതും ബോധിസത്വൻ്റെ ലെസൺ എന്നുള്ള ഒരു സെൻറ്റൻസാണ്. അർത്തിനഹ തു എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ. അശുദ്ധ പദയ ഉചിത പദം ചിത്വ വാക്യാനി പുനഃ ലിഖത എന്നാണ് അടുത്തത്. യെസ്, അശുദ്ധ പദം ചിത്വ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് യെസ് അശുദ്ധ പദം ചിത്വ വാക്യാനി പുനഃ ലിഖത. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കപയഃ പ്രഹസ്യ അവദത്. കപയഃ പ്രഹസ്യ അവദത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്